ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ദയവായി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ ഇന്ത്യ ഓസ്ട്രേലിയ മത്സരം ഇന്ന് വീണ്ടും വരികയാണ്. ഇന്ത്യ ഓസ്ട്രേലിയ മത്സരം എന്ന് കേൾക്കുമ്പോൾ ക്രിക്കറ്റ് പ്രേമികളായ ആൾക്കാർക്ക് എപ്പോഴും ടെൻഷനാണ്. കാരണം പ്രത്യേകിച്ച് ഇതുപോലെ നോക്കൗട്ട് സ്റ്റേജിൽ സെമി ഫൈനലിലൊക്കെ ഓസ്ട്രേലിയ വരിക എന്ന് പറയുമ്പോൾ ഭയങ്കര ടെൻഷനാണ്. കാരണം ആ ഒരു മത്സരത്തിൽ ഓസ്ട്രേലിയ ഒരു മെൻ്റലി ഒരു മേൽക്കോയ്മ അവർക്ക് ഉണ്ടാവുകയാണ്. എന്താണെന്ന് അതിൻ്റെ കാര്യമൊന്നും മനസ്സിലാവുന്നില്ല. ഇപ്രാവശ്യം അങ്ങനെ ആവാതിരിക്കട്ടെ. എന്തുകൊണ്ടും ഓസ്ട്രേലിയയേക്കാൾ മികച്ച വെൽ ബാലൻസ്ഡ് ആയിട്ടുള്ള ടീം ഇന്ത്യ തന്നെയാണ്. പക്ഷേ ഓസ്ട്രേലിയ ഇതുപോലത്തെ ഒരു നോക്കൗട്ട് സ്റ്റേജിൽ വന്നിട്ട് ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ട്. അതാണ് അവരെ വ്യത്യസ്തമാക്കുന്നത്. അപ്പോൾ നല്ല ടെൻഷനുണ്ട്. ഇന്ത്യ ജയിക്കുമെന്ന പ്രതീക്ഷ തന്നെയാണ് എനിക്കുള്ളത്. ഇന്ത്യ ജയിക്കണം. കാരണം ഇന്ത്യ ഇതുപോലെ ഓസ്ട്രേലിയനോട് ഇങ്ങനെ തോൽക്കുന്നത്, എല്ലാ കളിയിലും ജയിച്ചിട്ട് ലാസ്റ്റ് ഓസ്ട്രേലിയനോട് തോൽക്കാതെ കഴിഞ്ഞ വേൾഡ് കപ്പിൽ നമുക്കൊരിക്കലും മറക്കാൻ പറ്റില്ല. കാരണം അത്ര നന്നായിട്ട് ഒരു കളി പോലും തോൽക്കാതെ ഫൈനൽ വരെ ഇന്ത്യ എത്തി. ഫൈനലിൽ ഓസ്ട്രേലിയനോട് ഇന്ത്യ കളിച്ചപ്പോൾ ഇന്ത്യ തോറ്റു. അത് ആ ഒരു മെൻ്റൽ ഒരു മേൽക്കോയ്മയാണെന്നാണ് എനിക്ക് കണ്ടിട്ട് മനസ്സിലാവുന്നത്. ഇന്ത്യ പെട്ടെന്ന് അങ്ങോട്ട് എന്താ പറയുക വീക്കാവും. അത്രയും പെർഫോം ചെയ്ത ടീം പെട്ടെന്ന് അങ്ങോട്ട് വീക്കാവുന്ന പോലെ തോന്നി. അപ്പോൾ എന്തായാലും ഇന്ത്യ വിജയിക്കട്ടെ. തീർച്ചയായിട്ടും ഇന്ത്യ ജയിക്കണം തന്നെയാണ് എൻ്റെ ആഗ്രഹം. ഇന്ത്യയും സൗത്ത് ആഫ്രിക്കയും ഫൈനലിൽ വന്നാൽ തീർച്ചയായും ഇന്ത്യ ചാമ്പ്യൻസ് ട്രോഫിയിൽ കപ്പെടുക്കും. നമ്മുടെ രോഹിത് ശർമ്മക്ക് ഇതൊരു നല്ലൊരു റിട്ടയർമെൻറ്റ് കൂടി ആയിരിക്കും ചിലപ്പോൾ ഇന്ത്യ കപ്പ് നേടുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഈ ഒരു ചെറിയൊരു വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ഒരുപാട് വീഡിയോസ് ഞാൻ എൻ്റെ ചാനൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ കാണുക. അപ്പോൾ എല്ലാവർക്കും ബൈ.